ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഭയമരുത് എന്നതാണ് ഇന്നത്തെ വിഷയം. ഗീത പറയുന്ന 18 പടികളിൽ തളർച്ചയെന്നും ദുഃഖമെന്നുമുള്ള 2 പടികളെ, ദുഃഖമരുത് എന്നുള്ള പടികളെ നാം കടന്ന് 3-ാമത്തെ പടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിലാണ് ഭയമരുത് എന്ന് പറയുന്നത്. ഭയമരുത് എന്ന് പറയുക എളുപ്പമാണ്, പക്ഷേ എവിടെ നോക്കിയാലും ഭയമാണ് ഇക്കാലത്ത്. ഇക്കാലത്തെ ഭയത്തിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് നമുക്കൊന്ന് വളരെ ആയിരത്താണ്ടുകൾക്ക് മുൻപ് ഭർതൃഹരി പറഞ്ഞ ഭയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ശ്ലോകം ഓർമ്മിക്കാം. ഭോഗേ രോഗഭയം കുലേ ച്യുതിഭയം വിത്തേ നൃപാലാദ്ഭയം മാനേ ദൈന്യഭയം ബലേ രിപുഭയം രൂപേ ജരായാഭയം ശാസ്ത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃതന്താദ്ഭയം സർവം വസ്തുഭയന്വിതം ഭുവി നൃണം വൈരാഗ്യമേവാഭയം. ഭയത്തിൻ്റെ ഈ വാക്കുകളുടെ പ്രവാഹത്തിൽ തന്നെ നമുക്ക് ഭയം തോന്നുന്നുണ്ടാകും. ഭോഗങ്ങൾ, സുഖങ്ങൾ ആസ്വദിക്കുമ്പോൾ വരുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്. അനേക തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു. പിന്നെ കുലം നശിക്കുമോ, അതായത് വംശനാശം സംഭവിക്കുമോ എന്ന ഭയം. അത് കഴിഞ്ഞാൽ വിത്തത്തിനെക്കുറിച്ച്, ധനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ധനം എങ്ങനെയാണ് നഷ്ടപ്പെടുക? അന്ന് ഭരണാധിപന്മാർ, രാജാക്കന്മാർ കണ്ടുകെട്ടുക എന്നുള്ളതുണ്ട്. പിന്നെ ചോരന്മാരുടെ ഭയമുണ്ട്. അത്തരത്തിലുള്ള ഭയം. കൂടാതെ മാനേ ദൈന്യഭയം, അഭിമാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവശത വരുമോ എന്നുള്ള ഭയമാണ്. അത് കഴിഞ്ഞാൽ ബലം, താൻ ദുർബലനാണെങ്കിൽ വലിയ ബലമുള്ള ഒരാൾ ശത്രുവായി വന്നാലുള്ള ഭയം. രൂപേ ജരായാഭയം, രൂപം സൗകുമാര്യമാണ്, സൗന്ദര്യമാണ്. അതിനെ ഏതു തരത്തിലാണ് ഭയം, സൗന്ദര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയം. ശാസ്ത്രേ വാദിഭയം, അറിവുണ്ടെങ്കിൽ തർക്കിക്കാൻ ആളുകൾ വരുമല്ലോ, അവിടെ ജയിക്കുമോ എന്നുള്ള ഭയം. ഗുണേ ഖലഭയം, ഗുണങ്ങളാണ് കൂടുതലുള്ളതെങ്കിൽ ദുഷ്ടന്മാരുടെ അതിക്രമങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ് ഭയം. കായേ കൃതാന്താദ്ഭയം, ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കാലൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് ആത്മാവിനെ എന്നതിനെക്കുറിച്ചുള്ള ഭയം. ഇങ്ങനെ സർവം വസ്തുഭയാന്വിതം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം. ഇങ്ങനെ എല്ലാ കൊണ്ടും വസ്തുഭയാന്വിതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മെറ്റീരിയലിസ്റ്റിക്, മാറ്ററിനെ സംബന്ധിച്ചുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയമാണ്. അതിന് ഒരു അഭയമായിട്ടുള്ളത് എന്താണ്? സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ ഭയരാഹിത്യമാണ്. വൈരാഗ്യമേവാഭയം, എല്ലാത്തിനോടും വിരക്തി കാണിക്കുക, സമചിത്തത കാണിക്കുക, നിസ്സംഗത കാണിക്കുക, അങ്ങനെ ആത്മീയമായ ശക്തി പ്രാപിക്കുക. അപ്പോൾ ഭയം അകന്നു പോകും. ഇതാണ് അന്നത്തെ രീതികൾ. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഭയമാണ്. ചുറ്റിലും ഭയത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നും മിണ്ടാനും വയ്യ, നോക്കാനും വയ്യ, പറയാനും വയ്യ. ഇങ്ങനെ പിന്നെ ജീവിത ഭാരങ്ങൾ, കടങ്ങൾ വരുന്നു, അപകടങ്ങൾ വരുന്നു, എന്തെല്ലാം തരത്തിൽ രോഗങ്ങൾ വരുന്നു. ഈ ഭയങ്ങളുടെ നടുവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രധാനമാണ്. അത് സാധ്യമല്ലാതെ വരുന്നു. അതിന് വേണ്ടത് ആത്മീയമായ ശക്തി സംഭരിക്കലാണ്. ആ ശക്തി സംഭരിക്കേണ്ട കാര്യമാണ് ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ചും പറയുന്നത്. 2-ാം അധ്യായത്തിലെ നീ ഒന്നാം അധ്യായത്തിൽ തന്നെ ദുഃഖം കണ്ടിട്ടാണ്, വിഷാദത്തിലാണ് കാണുന്നത് അർജുനനെ. 2-ാം അധ്യായത്തിൽ ഭഗവാൻ തുടങ്ങുന്നത് തന്നെ തളരരുത് എന്നാണ്. അത് കഴിഞ്ഞ് നത്വം ശോചിച്ചിതും അർഹസി, നീ ദുഃഖിക്കരുത് എന്നാണ്. ഇപ്പോൾ 3-ാമതായിട്ട് പറയുന്നത് ഭയപ്പെടരുത് എന്നുള്ളതാണ്. ദുഃഖേഷ് അനുദ്വിഗ്ന മനഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലെ 56-ാം ശ്ലോകത്തിലാണ്. അങ്ങനെ സുഖദുഃഖങ്ങളെ സമന്വയ ബുദ്ധിയോടുകൂടി കാണുന്ന വീതരാഗ ഭയക്രോധ, രാഗവും ഭയവും ക്രോധവും ഒഴിവാക്കുക എന്നുള്ള മൂന്ന് ഒരുമിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ സ്ഥിത പ്രജ്ഞനായിരിക്കും. അവരെയാണ് മുനിമാരെന്ന് പറയുന്നത്, യോഗിമാരെന്നൊക്കെ പറയുന്നത്. ഈ അവസ്ഥയിലേക്ക്, സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് വരണം എന്നാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്.
ഇത് വാസ്തവത്തിൽ ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതശൈലി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകം അവിടെ പഠിപ്പിക്കുന്നത് ദുബായ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുകയും അവർക്ക് കുട്ടികൾക്ക് അതിന് ഉത്തരം എഴുതേണ്ടിയും വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ കണ്ട ചോദ്യക്കടലാസിൽ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്ത് എന്ന് ചോദിക്കുന്നതും അതിന് കുട്ടികൾ ഉത്തരം പറയേണ്ടതുമായിട്ട് വരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലോ നമുക്ക് ഗീത പഠിപ്പിക്കുന്നില്ല, വീട്ടിലും പഠിപ്പിക്കുന്നില്ല, വിദ്യാലയത്തിലും പഠിപ്പിക്കുന്നില്ല. മനസ്സിനെ ശക്തമാക്കിയെടുക്കാൻ, ഭയങ്ങളിൽ നിന്ന് മുക്തമാക്കിയെടുക്കാൻ, ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാക്കിയെടുക്കാനുള്ളതായ വഴികളാണ് ഗീത പറയുന്നത്. അതില്ലാത്തതിൻ്റെ ദുഷ്ഫലങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യകളുടെ ഒരു വലിയ നിര നമ്മൾ കാണുന്നു. പല രാജ്യങ്ങളെയും സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലൊക്കെ ആത്മഹത്യകൾ പെരുകുന്നു. കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നു. സ്ത്രീകളും വൃദ്ധന്മാരും എല്ലാം ആത്മഹത്യ ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ മോചനം വരണമെങ്കിൽ മാനസികമായ ശക്തി സംഭരിച്ചേ പറ്റുള്ളൂ. ഈ മാനസികമായ ശക്തി സംഭരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അക്കമിട്ട് പറഞ്ഞു കൊടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഉള്ളതായ ഒരു അവസരം ലഭിക്കണം. സമൂഹത്തിലെ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമാക്കി, ഭയങ്ങളിൽ നിന്ന് മുക്തമാക്കി, ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കിയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അനിപേക്ഷണീയമായ ഒന്ന് ഭഗവത്ഗീതയിലെ തത്വങ്ങൾ സ്വാംശീകരിക്കുക എന്നതാണ്. ഇത് ഒരു ഘട്ടത്തിലും നമ്മൾ ഉപദേശിച്ചു കൊടുത്താൽ നന്നാവുമോ എന്ന് പലരും ധരിക്കുന്നുണ്ടാവും. പക്ഷേ ക്രമേണ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കാൻ സാധിക്കും. പ്രതിസന്ധികൾ വരാം, അതിൽ തളരരുതെന്നാണ് ആദ്യം പറയുന്നത്. അതിനുള്ളതായ വിഷയങ്ങളാണ് ഇത് സംസാരിക്കുന്നത്. അതുപോലെ ആ പ്രതിസന്ധിയുടെ ഭാഗം ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധി എന്ന് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരും. ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മാൻ ഏജ് എന്നുള്ളതായ കാര്യമുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ പ്രതിസന്ധി മനുഷ്യനും ഏജ് കാലവുമാണ്. അപ്പോൾ കാലത്തിനൊത്ത് മനുഷ്യനെ ശക്തനാക്കി എടുക്കുന്നതിൻ്റെ സന്ദേശങ്ങളാണ് ഭഗവത്ഗീതയിൽ വരുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു വിഭാഗീയ ചിന്തയുടെയോ ഏതെങ്കിലും തരത്തിലുള്ളതായ മതബോധത്തിൻ്റെ തീവ്രതയിലോ ഒന്നുമല്ല ഇത് പറയുന്നത്. ജീവിതത്തെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്കും തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായിട്ട് മാറ്റുന്ന വിധത്തിൽ സ്വാംശീകരിച്ച് ക്രമീകരിച്ച് കൊണ്ടുവരാം. ഇതാണല്ലോ നാരായണ ഗുരു പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ അപരൻ്റെ ഗുണത്തിനായി വരയണം എന്നതാണല്ലോ നാരായണ ഗുരു പറഞ്ഞത്. ഈ ഗുണത്തിന് വരണമെങ്കിൽ ഭയമുക്തമായ ഒരു ജീവിതശൈലി നമുക്കുണ്ടാകും. അർജുനൻ്റെ കഥ എടുക്കൂ. അർജുനൻ ഭയത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. യുദ്ധക്കളത്തിൽ കൊല്ലേണ്ടവരെ കുറിച്ച് ഓർത്ത് ഭയം, അവരുടെ ആപത്തെക്കുറിച്ചുള്ള ഭയം, കുലസ്ത്രീകൾ നശിക്കുമല്ലോ എന്ന ഭയം, അതിനെ കൂടാതെ ഉള്ളതായ ആ ഭയങ്ങളുടെ ഒക്കെ നടുവിലാണ് അർജുനൻ ഇരുന്നത്. വാസ്തവത്തിൽ അർജുനൻ അത് അരുതാത്തതാണ്. അർജുനനെ കുറിച്ചുള്ള ഒരു കേൾവി അർജുനൻ്റെ നാമങ്ങൾ ചൊല്ലിയാൽ ഭയങ്ങളെല്ലാം അകന്നു പോകുമെന്നാണ്. ആ ഭയം അർജുനെ ബാധിച്ചിരിക്കുന്നു. സാക്ഷാൽ കുറുന്തോട്ടിക്ക് വാതകം പിടിക്കുക എന്നതുപോലെ ഉള്ള ഒരവസ്ഥയാണ് ഉണ്ടായത്. ഭയത്തിൽ നിന്ന് മോചനം നേടാൻ ചൊല്ലേണ്ടതായ നാമങ്ങൾ നമുക്ക് തന്നെ ഭയമുണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ ഭയമുക്തമായ ഒരു ലോകമുണ്ടാവണം. നിർഭയത്വമാണ് ഒരു രാജ്യത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയ്ക്ക് മെച്ചം കൊടുക്കുന്നത്. ഒരു വ്യക്തി മാത്രമല്ല ഭയമുക്തനാവേണ്ടത്, ഒരു രാജ്യം മുഴുവൻ മുക്തമാകണം. അപ്പോൾ ഭയരഹിതമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ, ഭയമോചനം നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഗീതാവാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ധൈര്യം പകരണം. അങ്ങനെ സാധിക്കട്ടെ. ഗീതയുടെ വാക്കുകൾ നമുക്ക് ധൈര്യം പകരട്ടെ, നമ്മുടെ ഭയമുക്തമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭം നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണും വരെ നമസ്കാരം.